വയനാട് പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച സ്കൂളിൽ ഒരു വിശേഷാൽ അസംബ്ലി ഉണ്ടായിരുന്നു. അനിൽ സാർ പാടിയതും പറഞ്ഞതുമെല്ലാം വയനാടിനെ കുറിച്ചായിരുന്നു. കുഞ്ഞു മനസ്സുകളിൽ അത് വലിയ വിങ്ങലായി മാറി. വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നതായിരുന്നു പൊതു അഭ്യർത്ഥന. തിങ്കളാഴ്ച രാവിലെ UKG വിദ്യാർത്ഥി പ്രയാൺ അമ്മയെ കൂട്ടിയാണ് എത്തിയത്. കുഞ്ഞു കൈകളിൽ താങ്ങാൻ കഴിയാത്ത ഭാരമായി ആ സംഭാവനയും. ഇതിനിടെയാണ് പണം സ്വരൂപിച്ചതിന്റെ കാരണം അധ്യാപകൻ അന്വേഷിച്ചത്. സൈക്കിൾ എന്ന ദീർഘകാല മോഹം ഉപേക്ഷിച്ചതായി അറിഞ്ഞതോടെ കേട്ടവർക്കും അത് നൊമ്പരമായി മാറി. പൈസ എന്തിനായിട്ടിരുന്നത്? സൈക്കിൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? വയനാട്ടിലെ കൂട്ടുകാരെ സഹായിക്കണമെന്ന ആഗ്രഹമാണ് വെള്ളിയാഴ്ച വീട്ടിലെത്തിയ പാടെ കുഞ്ഞു പറഞ്ഞതത്രേ. രാവിലെ ഇതുപോലെ ഒരുങ്ങി പോരാൻ നേരത്തെ ഞാൻ ചോദിച്ചു ഇതുപോലെ കൊടുക്കണ്ടായിരുന്നു. അതിനുമ്പേ പറഞ്ഞു അച്ഛമ്മന് കൊണ്ട് കൊടുക്കണം എന്ന് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അത് വെച്ച് ഞാൻ പിന്നെ ഇയാൾക്ക് സങ്കടമാവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ചോദിച്ചു കൊടുക്കണം. കൊടുക്കണം അമ്മേ, എനിക്ക് കൊടുക്കണം എന്ന്. സൈക്കിൾ വാങ്ങിക്കണ്ടേ? സൈക്കിൾ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിച്ചാൽ മതി. ഇഷ്ടം പാടെ ഉപേക്ഷിച്ച ത്യാഗത്തിന് മുന്നിൽ നെഞ്ചു പിടഞ്ഞു. അങ്ങനെ അവരാ തീരുമാനമെടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് പോകാനൊരുങ്ങവേ പ്രയാണിനെ കാത്തിരുന്നത് 2 ചക്രങ്ങളുള്ള ആ ഇഷ്ട സമ്മാനവും. ഇവൻ്റെ ഈ പ്രവൃത്തി അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നി. പുറത്താരോടും പറയേണ്ടതില്ല എന്നവർ പറഞ്ഞപ്പോൾ എങ്ങനെ അഭിനന്ദിക്കുമെന്നായി എൻ്റെ ചിന്ത. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എൻ്റെ ആഗ്രഹം തന്നെ സാധിച്ചു കൊടുക്കാം. പല ആഗ്രഹങ്ങളും സാധിക്കാതെ കടന്നു വന്ന ഒരുപാട് പേരുണ്ട്. അത്ര ഒരു ബാല്യമായിരുന്നു എനിക്കെന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ സ്വപ്നമായ സൈക്കിൾ വാങ്ങിക്കൊടുക്കാം എന്ന് ഞാൻ കരുതി. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള കേന്ദ്രങ്ങളിലൊന്നാണ് കലഞ്ഞൂർ സർക്കാർ LPS. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.